പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നോ? കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പം ആദ്യം നമ്മൾ പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ പറയാറില്ല, നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഒത്തിരി പേര് കേട്ടിട്ടുള്ളത്, ദൈവത്തിന് ഓരോ എന്നെ വേണ്ട, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, ദൈവത്തിന് എന്നോട് അല്പമെങ്കിലും കരുണയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും കടന്നു പോകുവാൻ ഇടവരത്തില്ലായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിലും ഓരോ ഇടിച്ചിലും തകർച്ചയും ഒക്കെ ഉണ്ടാകുന്നത് നന്മയ്ക്ക ജീവൻ്റെ ഉടമസ്ഥന് പ്രത്യേക ഉദ്ദേശങ്ങളും നമ്മളിൽ നിന്ന് പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു മുന്തിരിങ്ങയിൽ നിന്ന് അതിൻ്റെ ചാറെടുക്കണമെങ്കിൽ അതിനെ ഒന്ന് ഇടിക്കാതെ, തകർക്കാതെ, ക്രഷ് ചെയ്യാതെ പറ്റത്തില്ല അല്ലേ? അതുപോലെ ഈ ഒലിവിൽ നിന്നും, തേങ്ങയിൽ നിന്നും, ആൽമണ്ടിൽ നിന്നുമൊക്കെ ഓയിൽ എങ്ങനെയാണ് എടുക്കുന്നത്? അത് ക്രഷ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകണം അല്ലേ? അപ്പം അത് ക്രഷ് ചെയ്യപ്പെടുമ്പം ഏറെ പ്രഷ്യസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള എണ്ണ അതിൽ നിന്ന് വരികയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഉടമസ്ഥൻ്റെ പർപ്പസിലേക്കത് നയിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും കർത്താവിന് നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ സ്നേഹമില്ലാത്തതുകൊണ്ടോ അവിടെ നിന്ന് നമ്മളെ കാണാത്തത് കൊണ്ടോ ഒന്നുമല്ല ജീവിതത്തിൽ പ്രത്യേക ചില അനുഭവങ്ങളിലൂടെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുന്നത്. നമ്മളുടെ കർത്താവിന് നമ്മളെക്കുറിച്ച് പ്രത്യേക ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം, ഈ ലോകത്തിൽ മറ്റാരെക്കാൾ അധികം കർത്താവിന് നമ്മളോട് ഇഷ്ടമാണ്. യെശയ്യാപ്രവചനം 49 അധ്യായത്തിൽ വായിച്ചിട്ടില്ലേ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച തൻ്റെ മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഇനി ഇൻ കേസ് അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അപ്പം നോക്കിക്കേ, പെറ്റ അമ്മ പോലും മറന്നു പോയേക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായാലും അങ്ങനെ ഒരു അമ്മ മറക്കത്തില്ല. ഇനിയും മറന്നു പോയാലും നീ ഇങ്ങോട്ട് നോക്കിക്കേ, നിന്നെ ഞാൻ മറക്കത്തില്ല. ജീവിതത്തിൽ എന്ത് വന്നാലും അതെൻ്റെ അറിവോട് കൂടിയാണ്. ഞാൻ നിന്നെ മറക്കത്തില്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല എന്ന ഉറപ്പേറിയൊരു വാഗ്ദത്തമാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആയതുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല എന്നൊന്നും പരിഭവം പറയണ്ട കേട്ടോ. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നന്മയ്ക്കുക. ഞാൻ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് വേഴ്സ് പറയാറില്ലേ, റോമർ 8:28. ഇന്നും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മക്കളോടും അതൊക്കെ ആ വചനം പറഞ്ഞു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ 2 വാക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നമുക്കെല്ലാം കർത്താവിനോട് ഇഷ്ടമാണല്ലോ. ഞാൻ എന്നും നിങ്ങളോട് പറയും, കർത്താവിനെ സ്നേഹിക്കുന്നല്ലേ. യേശുവിനെ ഒത്തിരി സ്നേഹിക്കണം. നമ്മൾ സ്നേഹത്തിനെല്ലാം യോഗ്യൻ കർത്താവാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഒട്ടും കുറവ് വരരുത്. യേശുവിനെ സ്നേഹിക്കുന്നവർക്കും, പിന്നെ അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അതായത് ചില പ്രത്യേക നിർണയത്തോടെ കർത്താവിനാൽ വിളിക്കപ്പെട്ടവർക്ക്, ചില പ്രത്യേക ഉദ്ദേശത്തോടെ, പ്രത്യേക പ്ലാനോടെ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് നന്മയ്ക്കാം. അത് തകർക്കാനാണോ, മുടിച്ചു കളയാനാണോ? അല്ല, നന്മയ്ക്ക. ആയതുകൊണ്ട് സ്നേഹിക്കാൻ ആരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല, എനിക്കെൻ്റെ കർത്താവ് പോലും എന്നെ മറന്നു എന്നൊക്കെ പരിഭവം പറയുന്ന നിർത്ത്. നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പം ഹോളി സ്പിരിറ്റ് ദുഃഖിക്കും. മാത്രമല്ല നമ്മൾ ചിലതിലൂടെയൊക്കെ കടന്നു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അവിടെ നമ്മൾ പിറുപിറുക്കുമ്പം ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വൈകും. കർത്താവ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും കേട്ടോ. കർത്താവിന് നിങ്ങളോട് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ മേലുള്ള വിളി, തിരഞ്ഞെടുപ്പ് അത് പ്രത്യേക നിർണയപ്രകാരമായതുകൊണ്ട്, കർത്താവ് പ്രത്യേക ഉദ്ദേശത്തോടെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട്, ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും നിങ്ങളുടെ ഉടമസ്ഥന്, നിങ്ങളുടെ കർത്താവിന് നിങ്ങളോട് ഏറെ പ്രിയമാണ്, ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞൊരു പാട്ടിൻ്റെ ലൈനുണ്ട്. ഞാൻ ഈ വാക്യം പറഞ്ഞപ്പം താൻ എന്നോട് പറഞ്ഞത്, ഡോക്ടർ ബ്ലെസ്സിൻ മേമനയുടെ ഞാൻ നേരിൽ ദർശിച്ചിട്ടില്ലെങ്കിലും വേറെ ആരെക്കാളും അങ്ങേ പ്രിയമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? കർത്താവിനെ നേരിട്ട് ഈ നേക്കഡ് ആയിക്കൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ആരെക്കാളും അധികം എനിക്ക് എൻ്റെ യേശുവിനോട് ഇഷ്ടം,
സ്നേഹം എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തോടൊപ്പം പാടാൻ പറ്റുമോ? ഹല്ലേലൂയ. ആ കർത്താവിന് നിങ്ങളെക്കുറിച്ച് പ്രത്യേക ഉദ്ദേശമുണ്ട്. കർത്താവിന് നിങ്ങളോട് ഏറെ ഇഷ്ടമാണ്. ആയതുകൊണ്ട് ദോഷമായി ഒന്നും സംഭവിക്കത്തില്ല. ഈ ഭൂമിയിൽ ആരൊക്കെ മറന്നാലും കർത്താവ് നിങ്ങളെ മറക്കത്തില്ല. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും മുന്നിൽ ദൈവത്തിന് പ്രത്യേക പദ്ധതി ഉദ്ദേശമുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആര് മറന്നാലും അവിടുന്ന് നിങ്ങളെ മറക്കത്തില്ല. അവിടത്തേക്കുള്ള നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കത്തില്ല. പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങൾക്ക് തന്ന ആ ഉറപ്പിന് സ്തോത്രം. ഈ ഭൂമിയിൽ ആരൊക്കെ മറന്നാലും ആരുടെയൊക്കെ സ്നേഹം കുറഞ്ഞാലും അങ്ങക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിന് കുറവ് വരത്തില്ല. അങ്ങ് ഞങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നത് ഞങ്ങൾക്ക് അറിയാപ്പാ. കഴിഞ്ഞ നാളുകളിൽ സംശയിച്ചു പോയെങ്കിൽ, ചോദ്യം ചെയ്തെങ്കിൽ, പിറുപിറുത്തെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹമാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തെന്നാഥാ. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്ത അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങോട്ട് നോക്കിക്കേ, അമ്മ മറന്നാലും മറ്റാരും മറന്നാലും കർത്താവിന് നിങ്ങളോടുള്ള സ്നേഹത്തിനൊട്ടും കുറവ് വരത്തില്ല. അവിടുന്ന് നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു. തിരിച്ചു പറയാമോ? ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സകല വ്യക്തികളെക്കാൾ അധികം അങ്ങയെ സ്നേഹിക്കുന്ന യേശുവേ എന്ന്